ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉള്ളത് പറയുമ്പോൾ തെറി വിളിക്കുക എന്നത് ചില രാഷ്ട്രീയക്കാരുടെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ചില ആളുകള് തിരിച്ചങ്ങനെ അങ്ങ് പുലഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളി ഇട്ടിട്ട് ഓടുമെന്നും പേടിച്ചോടുമെന്നുമാണ് അവരുടെ ധാരണ. ശരിക്കും പറഞ്ഞാൽ അവരെ കുറിച്ച് സമൂഹത്തിനുള്ള ധാരണകൾ മനസ്സിലാക്കാൻ അത് സഹായകമാകും. അത്രേ ഉള്ളൂ. മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ സ്വന്തം വ്യക്തിത്വമുള്ളവരെ ചെളിവാരി എറിയുന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. PC ജോർജ് പലപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. അത് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, പ്രതിരോധിക്കേണ്ടവർക്ക് അതുമാകാം. ഒരിക്കലും വിമർശകരെ ഇല്ലാതാക്കാനോ വിമർശകരെ താഴ്ത്തിക്കെട്ടാനോ എനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കരുതെന്നോ PC ജോർജ് പറഞ്ഞിട്ടില്ല. PC ജോർജ് പ്രധാനമായും മതമൗലികവാദത്തെ എതിർത്ത് നിൽക്കുന്ന ആളാണ്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും എല്ലാ കാലത്തെയും അവരുടെയൊക്കെ കണ്ണിലെ കരടായി നിലനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് PC ജോർജ്. പക്ഷെ എന്ന് കരുതി പറയാനുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? ദേശീയ താല്പര്യം മുൻനിർത്തി ദേശീയതയോട് ഇണങ്ങി നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് തോന്നുന്ന സത്യങ്ങൾ നിർഭയം തുറന്നു പറയുക തന്നെ ചെയ്യും. ഇതുപോലെ ചോദിച്ച പോലെ ഈ പേരിൽ മുസ്ലിം എന്നുണ്ട്, പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത്? അതല്ല, PC എന്ന് പറയുന്ന കാര്യം ശരിയാണ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണ്, ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് പറയുന്നത് പോലെ, മുസ്ലിം ലീഗിന് വർഗീയത ഇല്ല എന്ന് പറയുന്നത് പോലെ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ അതിനകത്തുള്ള മുസ്ലിമോ ചോദ്യങ്ങൾ പാടില്ല. ശരി ആണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ? ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കിർ? അയ്യോ, മലപ്പുറത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചില കുരുക്കൾ പൊട്ടിയൊലിക്കും. കാരണം മലദ്വാർ സംസ്ഥാനത്തിനെതിരെ ഒരാളും ശബ്ദിക്കാൻ പാടില്ല. എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യും. ഇങ്ങേയറ്റം ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് ഘടകവിരുദ്ധമായി ഹമാസിന്റെ നേതാവായ ഖാലിദ് മിഷേലിനെ കൊണ്ടുവന്ന് അവിടെ ഒരു മീറ്റിംഗ് നടത്താൻ ശ്രമിക്കും. അതിനെ എങ്ങാനും എതിർത്താലോ അപ്പോൾ തന്നെ ഇവര് വിർച്വൽ മീറ്റിംഗ്, ബുദ്ധിയല്ലേ വർക്കാകുന്നത്? നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിൽ? തീർച്ചയായും ഈ PC ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനു വേണ്ടി സംസാരിച്ചാൽ എങ്ങനെയാണ് വർഗീയതയാകുന്നത്? മുസ്ലിം എന്ന വർഗത്തിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നിയുക്തരായിട്ടുള്ള നിങ്ങളൊക്കെ പറയുന്നതും അതേ തരത്തും ശ്രമിക്കുന്ന ആളാ PC ജോർജ്. ഞങ്ങൾ പാകിസ്ഥാനിൽ പോകണം തന്നെ പാകിസ്ഥാനിലേക്ക് പോകാൻ നിന്റെ അപ്പനോട് പറയടാ, നിന്റെ അപ്പന്റെ അപ്പനോട് പറയടാന്ന് തിരിച്ച് PCയും. പറഞ്ഞവനെ ഇറങ്ങി പോടാന്ന് PC. അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിൽ ജയിച്ചത്? SDPയുടെ വോട്ടിലല്ലേ? ഇപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ അപ്പൊ എല്ലാവർക്കറിയാം. പക്ഷെ അത് മാന്യന്മാരെ ആർക്കും വേണ്ട. അതെ, അങ്ങനല്ല. ശബരിമലയിലേക്ക് പിണറായി നേതൃത്വത്തിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പോയപ്പം ഞാൻ എതിർത്തു. മനസ്സിലായി? അതിനുവേണ്ടി ഇവിടുത്തെ മുസ്ലിം പള്ളികളിലെ എനിക്കെതിരായിട്ട് പ്രസംഗിച്ച് മുസ്ലിം അതിനകത്ത് കാര്യം PC ജോർജ് വർഗീയത പറഞ്ഞത് കൊണ്ടായിരുന്നില്ല SDPIയും പോപ്പുലർ ഫ്രണ്ടും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാത്തത്. മറിച്ച് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഇമേജ് നഷ്ടപ്പെട്ടത് ശബരിമലയിലേക്ക് സ്ത്രീ കയറണോ വേണ്ടയോ എന്ന വിഷയത്തിൽ നിലപാടെടുത്തതിന്റെ പേരിലായിരുന്നു. മുഴുവൻ അറിയാം. നിങ്ങൾ എന്താ നിങ്ങൾ PC ജോർജ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഒരു 5 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത്? അല്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ മുസൽമാൻ പാകിസ്ഥാൻ പോകാൻ
ഇന്ത്യയിലെ മുസൽമാൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്നല്ല, ശേഷിക്കുന്ന ഭാരതത്തെ പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലും നല്ലത് നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടിയെന്നാ ചോദിച്ചേ. അതെ, ജനം ടി വി ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന് മെറിറ്റ് പറഞ്ഞോളി, നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളി. ജനം ടി വി നമ്മുടെ ഈ വിഷയത്തിൽ നിങ്ങൾ പക്ഷേ അത് ഇന്ത്യയിലെ മറ്റൊരാളിന് മൊത്തം അല്ലെങ്കിൽ വെല്ലുവിളി വേണ്ട. വിലക്കയറ്റവും അഴിമതിയും സ്വജനപക്ഷം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ചർച്ച ചെയ്തോളി, ആ വിഷയം ചർച്ച ചെയ്തോളി. ഞങ്ങൾ പറഞ്ഞോളാം. ശ്രീ സുരേഷ് ബാബു വളരെ മാന്യം അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞല്ലോ. പി സി ജോർജ് പറയുന്നു, അദ്ദേഹം അഭിപ്രായം പറഞ്ഞോട്ടെ. പക്ഷേ ഒരു ജനവിഭാഗത്തെ ഒന്നായി ആക്ഷേപിക്കുമ്പോൾ അത് ശ്രീ അനിൽ നമ്പർ കേട്ടിരിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾ ജനജീവിതത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വകവെച്ചിട്ടുണ്ടേ. പി സി ജോർജിന്റെ ഫയൽ കിടക്കുന്ന തെളിയിക്കാണ് ഞങ്ങൾ, അതല്ലല്ലോ. ആദ്യം മുസ്ലിം ലീഗ് നേതാവാണ് പി സിയുടെ തന്തയ്ക്ക് വിളിച്ചത്. അപ്പോൾ പി സി ജോർജ് തിരിച്ച് തന്തയുടെ തന്തയ്ക്ക് വിളിച്ചപ്പോ നിങ്ങൾക്ക് എന്തിനാ നോക്കുന്നത്? ഇങ്ങോട്ട് വിളിക്കുമ്പോ അവർക്ക് നോക്കത്തില്ലേ? അതുകൊണ്ട് തിരിച്ചും കിട്ടത്തില്ലേ? അവരെന്നെ പറ്റി എന്നെ വൃത്തികളെ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചത്. കാക്കാന്റെ സ്വഭാവിക എന്നോട് എന്നെ പറ്റി മര്യാദയ്ക്ക് മര്യാദയ്ക്ക് വർത്താൻ പറയും. പിന്നെ ആ തരത്തിൽ തന്നെ വേറെ ആൾക്കാരെടുത്ത് മതി. എന്റെ ചോദ്യത്തിന് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ പഴയ ആ ഒരു പ്രേതം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ പ്രേതം ഇപ്പോഴും പല മുസ്ലിങ്ങളിലും ഇല്ലേ എന്നുള്ളതാണ് പാകിസ്ഥാനോട് കൂറുള്ള. ഇത് ഇന്ത്യൻ മുസ്ലിം ലീഗാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സംഗതികൾക്ക് ഞങ്ങൾ മറുപടി പറയേണ്ടത് ശ്രീ അനിൽ നമ്പ്യാർ, ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ ഒക്കെ ഇല്ലേ? ആ ലീഗും ആ ഇന്ത്യയും അല്ലല്ലോ ഇപ്പോ. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ? പാകിസ്ഥാനോട് കൂറുള്ള മുസ്ലിം മലപ്പുറത്തില്ലേ? യാഥാർത്ഥ്യമാണ്. അതായത് ഷാക്കിർ എന്ന് അറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ്. ഇന്ത്യയുടെ ഓരോ വിക്കറ്റും വീഴുന്ന സമയത്ത് ആഹ്ലാദിക്കുന്ന വലിയ വിഭാഗം മലപ്പുറത്തുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റും? ബാലിശമല്ല ഷാക്കിർ, അതൊരു റിയാലിറ്റിയാണ്. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് പാകിസ്ഥാൻ കീ ജയ് എന്നെഴുതിയ ബലൂണുകൾ പറന്നു നടന്നത് കോഴിക്കോടിന്റെ കടപ്പുറത്തായിരുന്നു. പാകിസ്ഥാന്റെ പതാക ഇന്ത്യയുടെ പതാകയ്ക്കകത്ത് ചുരുട്ടിക്കെട്ടി വലിച്ചു നീട്ടിയത് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നായിരുന്നു. താലിബാനെ വിസ്മയമാക്കിയത് മലപ്പുറമായിരുന്നു. ഒരു മലദ്വാർ സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ വീണ്ടും ഭാഗിക്കാൻ ശ്രമിച്ചത് മലപ്പുറത്ത് നിന്നായിരുന്നു. ക്രിക്കറ്റ് കളി മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചാൽ ഉടനെ ഇന്ത്യയെ കൂകി പരിഹസിക്കുന്നത് മലബാറിന്റെ മണ്ണിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് ആ പഴയ പാകിസ്ഥാൻ പ്രേമം ഇപ്പോഴും മലബാറിൽ കിടന്ന് തുള്ളിത്തുള്ളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഒരു സിംഗിൾ പേഴ്സൺ 45 ലക്ഷം ജനങ്ങളിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ വസ്തുതകൾ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുള്ള ആൾക്കാരല്ലേ? അങ്ങനെ ഇവരുടെ പേരിൽ മാത്രമുണ്ട് മതം, എന്നിട്ടും ഇവര് പറയുന്നു ഇവരൊരു മതേതര പാർട്ടിയാണെന്ന്. ഇത് മാത്രമാണ് ആകെ ബാക്കിയുള്ളത്. വളരെ ചുരുക്കം ചില ആളുകൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ഈ രാജ്യത്തെ പാകിസ്ഥാനാക്കി മാറ്റണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കുന്നില്ല? PC യെ ചൊറിഞ്ഞാൽ PC കയറി മാന്തി പൊളിക്കും. അതേത് കൊല കൊമ്പനാണെങ്കിലും ശരി. ആദ്യം PC യെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ PC തിരിച്ച് നീ പോടാ റാം പറന്നവനെ എന്ന് പലവട്ടം പറഞ്ഞവന്റെ തന്തയുടെ തന്തയ്ക്കും വിളിച്ചു. ഇത് വിളിപ്പിച്ചതാരാ? നന്ദി.